ഇന്ന് തന്നെ ആ സൗകര്യങ്ങൾ മുഴുവനും ക്യാമ്പംഗങ്ങൾ ഇവർ പങ്കെടുക്കുന്നവർ അതെല്ലാം തന്നെ നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ നമ്മെ മൺകുളിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എതിരാളികളുടെ എല്ലാവിധ കണക്കുകൂട്ടലുകളും അതുപോലെ നിരീക്ഷകരുടെയൊക്കെ തന്നെ അവരുടെ പ്രവചനങ്ങളും എല്ലാം തെറ്റിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും വൻ ജനാവലിയാണ് ആലപ്പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമൊക്കെ ഇവിടെ ജനസാഗരമായി മാറുമെന്നും നമ്മുടെ സമാപന സമ്മേളനം ഈ തെക്കൻ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു അവിസ്മരണീയ സംഭവമായി മാറുമെന്നും നമുക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ അനുമാനിക്കാവുന്നതാണ്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന പഠന സെഷൻ, ഒന്നാമത്തെ പഠന സെഷൻ ആണ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ മതം എന്ന ഏറ്റവും കാലികമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളതും എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ മതം ഇസ്ലാം മതം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഈ സമ്മേളനം ചേരുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാം മതത്തിലേക്ക് ധാരാളം ആളുകൾ പഠിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ വൈശിഷ്ട്യവും അതിന്റെ സാഹോദര്യ സന്യാസവും ആത്മീയ ഭാവങ്ങളും ധാർമ്മിക സംഹിതയും എല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ ഇസ്ലാമിലേക്ക് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്തരം കടന്നുവരുന്നതിനെയും അതുപോലെ ഇസ്ലാം ശക്തമാകുന്നതിനും ചെറുക്കുന്നതിനു വേണ്ടി പാശ്ചാത്യ ലോബി വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും മറുഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇസ്ലാമിനെ തകർക്കുവാനും ഇസ്ലാമിക ലോകത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുവാനും അവിടെ എന്നും അശാന്തിയും അസമാധാനവും നിലനിർത്തുന്നതിനു വേണ്ടി കുടിയേറ്റപ്പെട്ട ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ, ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന്റെ അതിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് പാശ്ചാത്യ ലോകം ഇപ്പോൾ കൂടുതലായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇതിനുവേണ്ടി മധ്യപ്രദേശ് ദേശങ്ങളിലെ വളരെയധികം ശക്തമായിരുന്ന എല്ലാ ഭരണകൂടങ്ങളെയും പറപ്പിക്കാൻ വേണ്ടി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കരുതലുകൾ നടത്തുകയും ഒട്ടൊക്കെ അതിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയും വളരെ ശക്തരായിട്ടുള്ള ഭരണാധികാരികളായിരുന്ന സദ്ദാം ഹുസൈൻ, അതുപോലെ ഗദ്ദാഫി, മുഅമ്മർ ഗദ്ദാഫി, അതുപോലെ സിറിയയിലും മറ്റുമൊക്കെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഭരണാധികാരികളൊക്കെ തന്നെ പകിടം വരിക്കുവാനും അവിടങ്ങളിലൊക്കെ അസ്ഥിരത പടർത്തുവാനും വേണ്ടി പാശ്ചാത്യ ലോകത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ അവർ പുതിയ ഭീകര പ്രസ്ഥാനങ്ങൾ ജന്മം നൽകിക്കൊണ്ടാണ് ഇസ്ലാമിനെ തകർക്കുവാനും മുസ്ലിം ലോകത്തെ ആക്രമിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐസിസ് എന്ന പേരിലും മറ്റും അറിയപ്പെടുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുസ്ലിം ലോകത്തിന്റെയോ പണ്ഡിത സമൂഹത്തിന്റെയോ ഒന്നും തന്നെ യാതൊരു പിന്തുണയും അത്തരം പ്രസ്ഥാനങ്ങൾക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തറിയുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ അത്തരം പ്രവണതകളെ അനുകൂലിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അത്തരം പ്രസ്ഥാനങ്ങളുടെ ഒന്നും പിന്നിലോ മുന്നിലോ ഒന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരാളെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ പാശ്ചാത്യ സൃഷ്ടിയാണ് എന്നും ഇസ്ലാമിനെയും അറബ് ലോകത്തെയും ചിഹ്ന ഭിന്നമാക്കുവാൻ വേണ്ടിയുള്ള അവരുടെ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും നമുക്കറിയാം. പക്ഷേ ഇതെല്ലാം തന്നെ ഇസ്ലാമിന്റെ പേരിൽ വരവെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ തകർക്കുവാനും ഇസ്ലാം എന്നാൽ അത് ഭീകരതയാണ് എന്നും ഭീകരതയുടെ മറ്റൊരു രൂപമാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണം നടത്തി ആ രൂപത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുവാനും ഈ ലോബികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് നിർവചനമാണ്. നമ്മുടെ ഇന്ത്യയും കേരളവും ഒന്നും ഇതിനൊഴിവല്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ എത്രയോ ആളുകൾ ഇതിന്റെയൊക്കെ പേരിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ വേട്ടയാടി യാതൊരു വിചാരണയും കൂടാതെ ജയിൽവാസം അനുഭവിക്കുകയും വളരെ തീവ്രമായ യാതൊരു അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അവർക്കൊന്നും ഒരു തരത്തിലും നീതി ലഭിക്കാവുന്ന ഒരു സാഹചര്യമില്ല. അവർക്ക് വേണ്ടി രംഗത്ത് വരുന്ന അഭിഭാഷകരെ പോലും തൽക്കുറുങ്ങിലടക്കാൻ ഭരണകൂടം തയ്യാറാകുന്നു. നമ്മൾ കേരളത്തിലും ഇതുപോലെയുള്ള ഭീതിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നിഗൂഢമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ സാമുദായികവും വർഗീയവും മതപരവുമായ ചേരുവകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കേരളത്തെയും ഒരു അശാന്തമായിട്ടൊരു ഭൂമിയാക്കി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും തന്നെ ഒട്ടും അനുകൂലമല്ലാത്തൊരു പ്രദേശമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള
വളരെ നിഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ, ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു എന്നുള്ളതും നമുക്ക് വിസ്മരിച്ചുകൂടാം. ഇതിനൊക്കെ നമുക്ക് നേരിടാനുള്ളത് വാസ്തവത്തിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ, ജനാധിപത്യമായ മാർഗങ്ങളിലൂടെ, അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെ പടച്ചട്ടയണയുകൊണ്ട് എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ അതിന് സുന്ദര രൂപം കാഴ്ചവെച്ചുകൊണ്ട് സഹിഷ്ണുതയുടെയും സഹോദരത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനെ ചെറുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക. അതിന് എന്താണ് ഇസ്ലാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണം. അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് ലഭിക്കുവാൻ നമ്മുടെ ഈ 3 ദിവസത്തെ സമ്മേളനം തീർച്ചയായിട്ടും പര്യാപ്തമാകും എന്നതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ആത്മീയമായിട്ടുള്ള ഒരു താല്പര്യത്തോടുകൂടി, ആ രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആലപ്പുഴയിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഈ സംബന്ധമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള 3 വിഷയങ്ങൾ ഈ സെഷനിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഇസ്ലാം എന്ത് പറയുന്നു? ആനുകാലിക പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം പ്രശ്നങ്ങളിലൊക്കെയുള്ള ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ് എന്നറിയാൻ നമുക്കെല്ലാവർക്കും കൗതുകവുമുണ്ട്. അതറിയാൻ വേണ്ടി അത്തരമൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ യുവ പണ്ഡിതനായിട്ടുള്ള സലാം ഫൈസി എളവത്തൂർ അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. SKSSFന്റെ പ്രവർത്തനങ്ങളിലൂടെയും സ്വദേശത്തും വിദേശത്തുമൊക്കെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളിലൂടെയുമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ നാസർ ഫൈസി കൂടത്തായി യുവ പണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയും നമ്മുടെ ഈ ഇസ്ലാമിന്റെയും ശത്രുക്കളെ കുറിച്ചുള്ള ആരോപണങ്ങൾക്കൊക്കെ വളരെ കണിശമായി മറുപടി പറയുന്നതിൽ അന്നൽക്ക് അറിയപ്പെടുന്ന പ്രശസ്ത വാഗ്മിയും എല്ലാം ആയിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഇസ്ലാമും തീവ്രവാദവും എന്നാണ്. എന്താണ് തീവ്രവാദം എന്ന പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് എത്രമാത്രം തീവ്രവാദ പ്രവർത്തനമാണ്? ഇസ്ലാമിന് എത്രമാത്രം പങ്കുണ്ട്? ഇസ്ലാമിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ്? അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രഗത്ഭ വാഗ്മിയും യുവ പണ്ഡിതനുമായ റഫീഖ് സക്കരിയ ഫൈസി അവർകൾ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം, ഇന്ന് ലോകം ഏറ്റവും അധികം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം എന്ന നിലക്ക്, സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്ന നിലക്ക് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടി ഈ സെഷനിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഈ സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത മുശാവറ അംഗവും നമ്മുടെ എല്ലാം അഭിവന്യ നേതാവുമായിട്ടുള്ള ഉസ്താദ് MM മുഹിയുദ്ദീൻ മുസ്ലിയാർ ആലുവ അവറുകളാണ്. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഒരു വാഗ്മിയും എത്രയോ ദീർഘകാലമായി നമ്മുടെ പ്രവർത്തനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. എവിടെ എന്ത് പരിപാടി ഉണ്ടായാലും അവിടെയൊക്കെ വളരെ താല്പര്യവും എത്തിച്ചേരുവാൻ, യാതൊരു വൈമനസ്യം കൂടാതെ എപ്പോഴും എവിടെയും എത്തിച്ചേരാൻ താല്പര്യപ്പെടുന്ന ഒരു നിഷ്കാമ കർമ്മിയായിട്ടുള്ള മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സ്ഥാപകർ. അദ്ദേഹമാണ് ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത്. അതുപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്. അദ്ദേഹത്തിനെ കുറിച്ച് ഒട്ടും ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ വിശിഷ്ടാതിഥിയായി MI ഷാനവാസ് MP എത്തിച്ചേരും എന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഇവിടെ വേദിയിലുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പേരുള്ളവരും പേരില്ലാത്തവരുമായിട്ടുള്ള ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഈ വേദിയിൽ നമ്മെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, വിഷയാവതരിപ്പിക്കപ്പെടുന്ന നമ്മുടെ സലാം ഫൈസി, നാസർ ഫൈസി, റഫീഖ് സക്കരിയ ഫൈസി എന്നിവരെയും അതിലുപരിയായിട്ട് നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള MM മുഹിയുദ്ദീൻ മുസ്ലിയാർ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, MI ഷാനവാസ് തുടങ്ങി വേദിയിലുള്ള മുഴുവൻ ആളുകളെയും ഈ മഹത്തായ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഈ മുഖവുര ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മതം സെഷന് അധ്യക്ഷ ഭാഷണം നടത്തി MM മുഹിയുദ്ദീൻ മുസ്ലിയാർ ആലുവ സംസാരിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين،
والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഈ വേദിയിലിരിക്കുന്ന മഹാന്മാരായ വിശിഷ്ട വ്യക്തികളെ, ആമുഖ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട എന്നെ അബ്ദുൽ ഖാദർ സാഹിബ് അവറുകളെ, എല്ലാ ആളുകളെയും പേര് പറയാനൊന്നാ ബെല്ലടിക്കും. അതുകൊണ്ട് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ മതം, അതാണ് വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട കാലികമായ പ്രസക്തിയുള്ള വിഷയമാണത്. ഈ ലോകത്ത് ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാദസ്പർശനം നടത്തുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം നമുക്ക്, ഫഇമ്മായതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പ്രപഞ്ചനാഥനായ എന്നിൽ നിന്നൊരു മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ആ മാർഗദർശനത്തെ നിങ്ങളിൽ ആരെങ്കിലും പിൻപറ്റിയാൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിതരാകുകയില്ല, ഭയപ്പെടേണ്ടി വരികയില്ല. ഇതാണ് ഇസ്ലാമിന്റെ ആദ്യ സന്ദേശം. മനുഷ്യന്റെ പാദസ്പർശനം ഏൽക്കുന്ന സമയം തന്നെ പരിശുദ്ധ ഇസ്ലാമിനോടുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ശരീരത്തോടും തന്റെ സഹധർമ്മിയോടും സന്താനങ്ങളോടും പരിശുദ്ധ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പ്രവാചക പരമ്പരകളോട് വന്നു. എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞ അടിസ്ഥാന തത്വം ഒന്നായിരുന്നു. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ ലോകത്തോട് പറഞ്ഞതായ ഉത്കൃഷ്ടമായ അടിസ്ഥാന തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരുന്നു. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന സത്യസന്ദേശമാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം വന്ന പ്രവാചകന്മാരൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയുള്ള പ്രവാചകന്മാർ മുഴുവൻ ഈ ലോകത്ത് പറഞ്ഞ അള്ളാഹുവിന്റെ മതം പരിശുദ്ധ ഇസ്ലാം എന്ന് മാത്രമാണ്. ഈ ഇസ്ലാമിനെ കൈവിട്ടുകൊണ്ട് വേറൊരു മതം ആരെങ്കിലും സ്വീകരിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. പരിശുദ്ധ ഇസ്ലാമല്ലാത്തൊരു മതത്തെ ആരെങ്കിലും തേടുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്താൽ അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. വഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആ പരലോകത്തെ പരാജിതരിൽപ്പെടുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് വന്ന് പ്രധാനമായി പറഞ്ഞ 3 കാര്യമാണ്. യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈ തത്വമാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് പറഞ്ഞത്. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങളിലേക്ക് മാത്രം പ്രവാചകനാണ്, ആഗോള പ്രവാചകനല്ല, എല്ലാ കാലത്തേക്കും പ്രവാചകനല്ല. ബനീ ഇസ്രായേലിലേക്ക് വന്ന അവസാനത്തെ പ്രവാചകനാണ് ഞാൻ, നിങ്ങളിലേക്ക് മാത്രം പ്രവാചകനാണ്. വമുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി, എനിക്ക് മുമ്പ് ഈ ലോകത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വന്ന, ഊതി കേൾപ്പിച്ചു തന്ന തൗറാത്ത് സത്യമാണെന്ന് അംഗീകരിക്കുന്ന പ്രവാചകനും കൂടിയാണ് ഞാൻ. മൂന്നാമത്തെ ദൗത്യതത്വം വമുബശ്ശിറൻ ബിറസൂലിൻ, ഒരു പ്രവാചകനെ കൊണ്ട് സന്ദേശം സുവിശേഷം അറിയിക്കാൻ വന്ന ആളാണ് ഞാൻ. യഅ്തി മിൻ ബഅദി, ആ പ്രവാചകൻ എനിക്ക് ശേഷം വരും. ഇസ്മുഹു അഹ്മദ്, ആ പ്രവാചകന്റെ പേര് അഹ്മദായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നാണ്. ആകയാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ ലോക വിജയത്തിനും പരലോക വിജയത്തിനുമായി അവതരിപ്പിച്ച
ജീവിത പദ്ധതി എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം എന്ന് മാത്രമാണ്. ആ ഇസ്ലാമിനെ മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാത്തൊരു മതം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാളെ ശാശ്വതമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹമ്മദ് എന്ന് വിശേഷിപ്പിച്ചതിൽ കുറെ ബുദ്ധിശൂന്യരായ ആളുകൾ വഴിതെറ്റിപ്പോയി. അഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിൽ അഹമ്മദ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നി പറയാനുണ്ടായ കാരണം നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുകൈയിന്റെ മുസബ്ബഹാവരൻ ചൂണ്ടേറെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ലോകത്തിന്റെ മധ്യമാകുന്ന മക്കയുടെ വിരിവാറിലേക്ക് ഇറങ്ങി വന്നത്. ആ തത്വം, ആ ദൗത്യം, ആ ആശയം, ആ പ്രവൃത്തി ഇന്നും ഈ സമുദായം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്തിനെ കാണിച്ചു തന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ ഇസ്മുഹു അഹമ്മദ്, എന്റെ പുറകിൽ വരുന്നത് അഹമ്മദായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സമയ ദർവ്വം കൊണ്ട് എന്റെ വാക്കുകൾക്കാൻ വിരാമിടുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം എന്ന് പറയുന്നു.